ജന്മാഷ്ടമി ആഘോഷങ്ങൾക്കായി കൃഷ്ണവേഷങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് പത്തനംതിട്ട എടപ്പാവൂരിൽ ഒരു കൂട്ടം അമ്മമാർ. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ സ്വാശ്രയത്വം കൈവരിക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രേരണയിൽ സിന്ദൂർ എന്നാണ് ഈ സംരംഭത്തിൻ്റെ നാമം. ഉണ്ണിക്കണ്ണൻ്റെ ജന്മാഷ്ടമിയെ വർണ്ണാഭമാക്കാൻ ചേലയും പീലിയുമൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് ഈ അമ്മമാർ. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് പരിപാടി. ശ്രീകൃഷ്ണ ജയന്തി ഇങ്ങെത്തുമ്പോഴും അമ്മമാരുടെ ഒരുക്ക് സാധനങ്ങൾക്ക് ആവശ്യക്കാർ പല ഭാഗങ്ങളിൽ നിന്നെത്തുന്നു. പട്ടുചേലയുണ്ട്, കുഞ്ഞോടക്കുഴലുണ്ട്, മുത്തുമാലയുണ്ട്, അരപ്പട്ടയും കൈപ്പട്ടയും കുഞ്ഞു കിരീടവുമുണ്ട്. അങ്ങനെ കണ്ണനെ ഒരുക്കാനുള്ള എല്ലാ സാമഗ്രികളും ഇവിടെ ഈ അമ്മമാർ കൈകൊണ്ട് നിർമ്മിക്കുന്നു. സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് സ്വയം തൊഴിൽ സംരംഭവുമായി പത്തനംതിട്ട എടപ്പാവൂരിലെ അമ്മമാർ മുന്നിട്ടിറങ്ങിയത്. ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷവും മറ്റ് ഉത്പന്നങ്ങളുമായി സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഈ ആശയം ശരിക്കും നമ്മൾ നേരത്തെ തന്നെ ഇത് നടത്തിക്കൊണ്ട് വന്നിരുന്നതായിരുന്നു. അപ്പം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഒരു മാസത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ഞങ്ങൾ സഹോദരിമാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉദിക്കുകയും ഒരു മാസം മുമ്പ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത പ്രോജക്റ്റ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേവാഭാരതിയുടെ വൈഭവശ്രീ എന്ന് പറയുന്ന സ്വയം പര്യാപ്തമാവുന്ന സംഘടനയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അമ്മമാർ തങ്ങളുടെ സംരംഭത്തിന് പേരിട്ടതും സിന്ദൂർ പ്രൊഡക്ഷൻസ് എന്ന് തന്നെ. സ്വയം തൊഴിലിലൂടെ സ്വാശ്രയത്വം കൈവരിക്കുന്ന എടപ്പാവൂരിലെ അമ്മമാരുടെ മാതൃക മറ്റിടങ്ങളിലും പ്രാവർത്തികമാക്കാവുന്നതാണ്. ജനം, പത്തനംതിട്ട.